ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും രാഖീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ പെപ്പർ ഫ്രൈ തയ്യാറാക്കാം. അതിനായി ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് നെടുകെ കീറിയതും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. സവോള ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാറുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ചധികം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ പീസസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിന്റെ എണ്ണത്തിനനുസരിച്ച് അളവിൽ മാറ്റം വരുത്തണം. ഇതിനി ഒരു 2-3 മിനിറ്റ് നന്നായിട്ടങ്ങ് വഴറ്റി യോജിപ്പിച്ചു കഴിഞ്ഞാൽ പനീർ കുക്ക് ആയിക്കോളും. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എന്നെപ്പോലെ പനീർ ലവേഴ്സിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള പനീർ പെപ്പർ ഫ്രൈ ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ സ്പൈസ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പീസ് കാണുവാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.